ഏകദേശം 4 വർഷം മുന്നേ മഞ്ചേരിയിൽ 2 റൂമായിട്ട് തുടങ്ങിയ ഈ ഒരു സ്ഥാപനം വെറും 4-5 സ്റ്റാഫുകളായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടുന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇത് മാറി, ഒരുപാട് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകതകളും സർവീസും ഒക്കെ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ അതൊക്കെ ഒരു ഓൺലൈനിലാണ് നിങ്ങൾ പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് എൻഡ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് സക്കരിയ, എജു താലിമിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്. ഞാൻ ആഷിഖ്, മറ്റൊരു ഡയറക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ 4 വർഷം മുന്നേ വളരെ ചെറിയൊരു ഹമ്പിൾ ബിഗിനിങ്സ് ആണ് ഞങ്ങൾക്കുള്ളത്. അതിൽ നിന്ന് ഇത്രയും സ്റ്റുഡൻസും ഇത്രയും എംപ്ലോയീസും നിറഞ്ഞ വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾ പലരും നമ്മളെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. കൂടുതൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഓഫീസ് എവിടെയാണെന്നോ 99% ആൾക്കാരും നമ്മളടുത്ത് വരുന്നത് നമ്മളിലുള്ള ഒരു വിശ്വാസം, നമ്മളുടെ ഒരു ബ്രാൻഡ് വാല്യൂ കൊണ്ടാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാനാണ് ഞങ്ങൾ ഈ ഒരു സമയം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 4 വർഷം നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റുഡിയോ എങ്ങനെ ആക്കാം, റെക്കോർഡ് ക്ലാസ് എങ്ങനെ എടുക്കാം. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ A to Z അതിന്റെ പഠനങ്ങൾ നടത്തുകയും അതിലേറ്റവും നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളും, കാരണം ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല ക്ലാരിറ്റി വേണം, ഓഡിയോ നല്ല ക്ലാരിറ്റി വേണം. ഇതുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ കാണുകയും കേൾക്കുകയുള്ളൂ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ആണ് അതിൽ മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഏറ്റവും നല്ല കണ്ടന്റ് എടുക്കുന്ന ടീച്ചേഴ്സിന് വേണം. അത് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇന്നും അതിലേറെ ഗംഭീരമായിട്ടുള്ള 100-ലേറെ സ്റ്റാഫുകൾ നമ്മളെ കൂടെ ഉണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിജയം എന്നുള്ളത്. അവരെ ഒരു ഒത്തൊരുമയാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയം. അപ്പൊ അത് എന്താണെന്നുള്ളതാണ് നമ്മൾ ഒന്ന് കണ്ണോടിച്ച് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ അക്കൗണ്ട്സ് രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് നിങ്ങൾ അഡ്മിഷൻ വന്ന് അക്കാഡമിക് കൗൺസിലറിന്റെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് നമ്മളുടെ പുതിയ ഓഫീസിലാണ് കംപ്ലീറ്റ്ലി അക്കാഡമിക് കൗൺസിലേഴ്സ് ഉള്ളത്. ആ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ 2 പേരും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം അക്കൗണ്ട്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതാണ് ഇവിടെ അഡ്മിൻ ഓഫീസിൽ, മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലുള്ള അഡ്മിൻ ഓഫീസിലാണ് അക്കൗണ്ട്സ് രജിസ്ട്രേഷന്, അതുപോലെ സ്റ്റുഡിയോ, ബാക്കി അക്കാഡമിക്സ് സെഷനൊക്കെ വരുന്നത്. അക്കാഡമിക്സ് രജിസ്ട്രേഷൻ അവിടെയാണ് നമ്മൾ ഏകദേശം ഒരു 20ഓളം സ്റ്റാഫുകൾ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. 20ന്റെ അടുത്ത് എപ്പോഴും സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. അതിൽ ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു വരുന്നത്. അതിന്റെ കൂടുതൽ ഇൻചാർജ് ആഷിഖ് സാറിനാണ്. അപ്പൊ ആഷിഖ് സാർ അതിനെ കുറിച്ച് പറയും. അതിനകത്ത് നമ്മൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അക്കൗണ്ടിങ് സ്റ്റാഫുകളും പിന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റുഡൻസിന്റെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, ബോർഡ് രജിസ്ട്രേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. അവരാണ് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഓഫീസ് ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 100% തെറ്റുകളൊന്നും ഇല്ലാതെ, കാരണം ഇതൊരു സാധാരണ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല. നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. 10ാം ക്ലാസ്, പ്ലസ് ടു. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ, പ്ലസ് ടുവിലൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് മജിസ്ട്രേറ്റിൽ വരെ പോയിട്ട് നമുക്ക് അതിന്റെ പേര് പോലും തിരുത്താൻ പറ്റുള്ളൂ. നേരെ സർട്ടിഫിക്കറ്റിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഡിഗ്രിയിലൊക്കെ. അപ്പൊ അത് ഇത്രയും സെറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് തന്നെ എന്താണ്, അതില് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ബോർഡിനും സ്റ്റാഫുകൾ ഉണ്ട് നമുക്ക്. അങ്ങനെയാണ് അതിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളുടെ അക്കാഡമിക്സ് ആണ്. അതായത് നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് കാര്യങ്ങൾ, അത് ഈ ഓഫീസിന്റെ ബാക്കി പകുതി ഭാഗങ്ങളാണ്. യൂഷ്വലി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ വരുന്നത് സ്റ്റുഡിയോ, 4 സ്റ്റുഡിയോകൾ ഉണ്ട് ഇവിടെ. 4 സ്റ്റുഡിയോകളാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പോൾ അതില് വന്നിട്ടാണ് നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സ് എടുക്കുന്നത്. പിന്നീട് അതിന് ശേഷം വരുന്ന ഈ ഒരു റൂമാണ് എന്ത്, നമ്മുടെ അക്കാഡമിക്സ് ടീച്ചേഴ്സ് ഇരിക്കുന്ന റൂം. ഈ ടീച്ചേഴ്സ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്, ഓൺലൈൻ ആയിട്ടും ഉണ്ട് അല്ലെ. ഏകദേശം ഒരു 40-50 അടുത്തുള്ള ടീച്ചേഴ്സ് നമുക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഓൺലൈനിലുള്ള ടീച്ചേഴ്സിന് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇത്ര ക്ലാരിറ്റിയിൽ ഓരോ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? വർക്ക് ഫ്രം ഹോം വരുന്ന ടീച്ചേഴ്സിന് നമ്മുടെ കസ്റ്റമൈസ്ഡ് കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ത്രൂ ആണ് നമ്മൾ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കുന്നത്, സ്റ്റുഡിയോ കിറ്റ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റി ക്ലാരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് നമുക്ക് ആപ്പിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല ക്ലാരിറ്റിയും ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ചിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10-12ഓളം സ്റ്റാഫ് ഇതിന്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് അല്ലെ. മീഡിയ ഡിപ്പാർട്ട്മെന്റിൽ about 10 സ്റ്റാഫുകൾ നമുക്കുണ്ട്. അവരാണ് ഈ ക്ലാസ്സിനെ നിങ്ങളിലേക്ക് ഏറ്റവും മനോഹരമായും വൃത്തിയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ അടക്കം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ വലിയൊരു ബാക്ക് ബോൺ ആണ്.
മീഡിയ ടീമും അതേപോലെ അക്കാഡമിക്സ് ടീമും അവർ തമ്മിലുള്ള ഒരു നല്ലൊരു കോമ്പിനേഷൻ വർക്കിന്റെ ഒരു ഫലമാണ് എന്ത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊക്കെ, നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും പോഡ്കാസ്റ്റും ഒക്കെ ഇവിടുന്ന് വരുന്നത് പൂർണ്ണമായിട്ട് നമ്മളെ ഇൻഹൗസ് ടീമാണ്. പല സ്ഥാപനങ്ങളും ചിലപ്പോൾ അതൊക്കെ പുറത്തുനിന്നുള്ള ടീമാണ് എടുക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ചെലവ് കുറക്കാൻ വേണ്ടി ചിലർ എന്ത് ചെയ്യും, ഫോണിലും ലാപ്പിലൊക്കെ റെക്കോർഡ് ചെയ്യും. പല കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര ക്ലാരിറ്റിയിൽ എന്ത് ചെയ്യില്ല, ക്ലാസ് നമുക്ക് കിട്ടില്ല, നോയ്സ് ഒക്കെ ഉണ്ടാവും പുറത്തുള്ള. ഇപ്പൊ നമ്മൾ ഈ സ്റ്റുഡിയോ ഒക്കെ സൗണ്ട് പ്രൂഫിംഗ് ഒക്കെ ചെയ്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കുകളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും നല്ല ക്യാമറകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വിഷ്വൽസിൽ അത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ ഉള്ളത് ഫാഷൻ ഡിസൈനിങ് കോഴ്സിന്റെ ഒരു സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. ഫോർത്ത് സ്റ്റുഡിയോ അതാണ് വരുന്നത്. പിന്നീട് ഇനി നമുക്കുള്ളത് നമ്മുടെ പുതിയ ഓഫീസായിട്ടുള്ള അഡ്മിഷൻ ഓഫീസാണ്. അവിടെയാണ് അക്കാഡമിക് കൗൺസിലേഴ്സ് ടീമും അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സും കാര്യമൊക്കെ ഇരിക്കുന്നത് അവിടെയാണ്. പിന്നെ അഡ്മിഷൻ വരുമ്പോഴും അവിടെയാണ് വരിക. അത് മഞ്ചേരിയിൽ കൊരമ്പേൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പുതിയൊരു ബിൽഡിങ്ങിലാണ്. ഒരു വർഷമായിട്ട് അവിടെയാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് 10,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് മഞ്ചേരിയിൽ ഓഫീസ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫീസ് സ്പേസ് നമ്മൾ കണ്ടു പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡിന് പുറകുവശം നമ്മുടെ ഹെഡ് ഓഫീസ്. അതിനുശേഷം നമ്മൾ കൊരമ്പേൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ആൽഫ ടവറിൽ നമ്മൾ ഓഫീസും കണ്ടു, അഡ്മിഷൻ ഓഫീസ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസ്. അതായത് നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിൽ മോണ്ടിസോറി, ഫാഷൻ ഡിസൈനിങ് എന്നിവയുടെ കോഴ്സുകളുടെ ഓഫ്ലൈൻ വേർഷൻ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ വെച്ചാണ്. ഓഫ്ലൈൻ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലാബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹൈബ്രിഡ് മോഡലിലാണ് അത്. അതായത് അത് ലാബ് എന്തായാലും നമുക്ക് ഓഫ്ലൈനിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ അത് പ്രാക്ടിക്കലി ചെയ്യേണ്ട ലാബാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 1.5 വർഷത്തോളം അതിന്റെ കോഴ്സിനെ കുറിച്ച് പഠിക്കാനും റെക്കോർഡിങ്ങിനും കറക്റ്റ് നമ്മൾ ലാബ് എന്നുള്ള കാര്യങ്ങളാണല്ലേ മോണ്ടിസോറിയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏറ്റവും നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീച്ചറെ വെച്ച് ചെയ്തു, ഏറ്റവും നല്ല ലാബ് എക്യുപ്മെന്റ്സ് ചെയ്തു, കംപ്ലീറ്റ് മോണ്ടിസോറി ലാബ്. അത് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹൈബ്രിഡ് ക്യാമ്പസിൽ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇപ്പൊ കുട്ടികൾ എല്ലാ മാസവും ഇപ്പൊ ഖത്തറിന്ന് ഇവിടുന്നൊക്കെ ഇപ്പൊ ഇവിടെ കോൺവെക്കേഷൻ വന്ന കുട്ടികളൊക്കെ ഇവിടെ ഒരു മാസം വന്ന് നിന്ന് ആ ലാബിൽ എന്ത് ചെയ്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഹൈബ്രിഡ് ക്യാമ്പസിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ലാബിനെ കുറിച്ചാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് മോണ്ടിസോറിയുടെ ലാബ്. ഇതൊരു ഓൺലൈനായിട്ട് നടത്തുന്ന ഇന്ന് നിലവിൽ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എജുതാലിം ചെയ്യുന്നത്. അപ്പൊ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തത്. പൂർണ്ണമായും നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്ന ഈ കോഴ്സുകൾ നമ്മൾ ഈ ഒരു ഹൈബ്രിഡിലേക്ക് ഇതിന്റെ ലാബും ഫെസിലിറ്റീസും കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലുകൾ അത്രയും ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഭാവി സേഫ് ആക്കാനും വേണ്ടി തന്നെയാണ്. അപ്പം ഇവിടുന്ന് നമ്മളൊരു കോഴ്സ് കഴിയുന്ന ആൾക്ക് ഇതിന്റെ തിയറട്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ വശം കംപ്ലീറ്റ്ലി നമുക്ക് അറിയുമെന്ന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ വിജയം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇത് ത്രൂ നിങ്ങളുടെ ഒരു ഭാവി വളരെയധികം സുരക്ഷിതമാവാനാണ് പോകുന്നത്. കാരണം ഇത്രയും ഒരു കരുതലോട് കൂടിയാണ് നിങ്ങൾ ഓരോ വിഷ്വൽസും കണ്ടിട്ടുണ്ടാവും. കരുതലോട് കൂടിയാണ് നമ്മൾ ഓരോ ഏരിയയും ചെയ്യുന്നത്. 100% ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ സ്റ്റാഫൊക്കെ മനുഷ്യന്മാരാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അത് ഞങ്ങൾ എന്ത് ചെയ്യലും ഡയറ്റ് എടുക്കലോട് ഇനിയും തിരുത്തലുകൾക്കും ഇനിയും ഇതുപോലെ അപ്ഡേഷനുകൾക്കും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് എജുതാലിം തയ്യാറാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ AI പവേർഡ് എജുതാലിമായി. AI പവേർഡ് എജുതാലിം എന്ന് പറഞ്ഞാൽ AI കോഴ്സുകളല്ല, നേരെ മറിച്ച് നമ്മളെ കോഴ്സുകളിൽ AI ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ ഫിൻതലിം പിന്നെ സ്കിൽ ഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകൾ നമ്മൾ തുടങ്ങി. ഈ ഫിൻതലിമും സ്കിൽ ഷോർ ഒക്കെ എന്താണെന്നുള്ളത് ആഷിഖ് സാർ പറഞ്ഞുതരും. സ്കിൽ കോഴ്സുകൾ കൂടുതലായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാനും വേണ്ടി തുടങ്ങിയതാണ് നമ്മൾ ഫിൻതലിം സ്കിൽ ഷോറും. ഫിൻതലിമിൽ വരുന്നത് കംപ്ലീറ്റ്ലി അക്കൗണ്ടിങ് കോഴ്സുകളാണ്. നിങ്ങളുടെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ സ്കിൽ ഷോറിൽ നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങും മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് എന്നീ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പുതിയ സംഗതി, ഒരു പലപ്പോഴും ഞാൻ ഇതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, കോമ്പിനേഷനുകൾ കോംബോകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതൊരു കരിയർ പാക്ക് കോംബോ ആക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽ കോഴ്സുകളും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു ഇതിനെ മാറ്റി. അതിനോട് കൂടെ നമ്മളെ ഇംഗ്ലീഷ് ക്ലബിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷും കോഴ്സും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഇന്റർവ്യൂ സ്കിൽസ് തുടങ്ങിയ സംഗതികളൊക്കെ കൂട്ടി ഒരു കരിയർ പാക്ക് ആയിട്ടുള്ള പുതിയൊരു കോഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം മുതൽ അതിന്റെ കൃത്യമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് അതിന്റെ ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ എത്തും. അപ്പോൾ ഒരു സ്റ്റുഡന്റിന് കംപ്ലീറ്റ്ലി അയാളെ ബേസിക് ക്വാളിഫിക്കേഷൻ നേടാനും അതിനോടൊപ്പം തന്നെ സ്കില്ലുകൾ കരസ്ഥമാക്കാനും അതിന്റെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യവും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എജുതാലിമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.